ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഡ്രൈവിംഗ് സീറ്റിൽ കുട്ടിയെ ഇരുത്തി യാത്ര ചെയ്ത വാഹന ഉടമയ്ക്കെതിരെ ദുബായ് പോലീസിന്റെ നടപടി. 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റ്സും ചുമത്തി. വാഹനം ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവിംഗ് സീറ്റിൽ കുട്ടിയിരുത്തി യാത്ര ചെയ്ത വാഹന ഉടമയ്ക്കെതിരെയാണ് ദുബായ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഡിറ്റക്ഷൻ സിസ്റ്റത്തിലൂടെയാണ് ദുബായ് പോലീസ് നിയമലംഘനം കണ്ടെത്തിയത്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി യാത്ര ചെയ്താൽ 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റുകളും 60 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടലുമാണ് ശിക്ഷ. കുട്ടികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. യുഎയുടെ ഫെഡറൽ ട്രാഫിക് നിയമം അനുസരിച്ച് 10 വയസ്സിന് താഴെയുള്ളവരും 145 സെന്റിമീറ്ററിൽ താഴെ ഉയരമുള്ളവരുമായ കുട്ടികൾ വാഹനത്തിന്റെ മുൻസീറ്റിലിരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. 10 വയസ്സിൽ താഴെയുള്ളവരെ വാഹനത്തിന്റെ മുൻസീറ്റിലിരുത്തിയാൽ 400 ദിർഹം പിഴ ചുമത്തും. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഇത്തരത്തിൽ 3802 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായും യുഎഇ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 24 ദുബായ്. മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി ഊർജിതമാക്കുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. KMCC സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ പരിപാടിയിൽ പങ്കെടുക്കാൻ റിയാദിൽ എത്തിയതായിരുന്നു പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. എല്ലാ ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നൈറ്റ് അലേർട്ട് എന്ന പരിപാടി നടത്തി ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഗവൺമെൻറ്റും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും മറ്റ് എല്ലാ ഏജൻസികളും പൊതുജനങ്ങളും ഒന്നിച്ചിറങ്ങിയാൽ മാത്രമാണ് ഇതിനൊരു അവസാനം കാണാൻ കഴിയൂ എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വലിയ സത്യം. ഇഫ്താർ സംഘം സംഘടിപ്പിച്ച ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരുന്നു ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ഓർഗാനിക് ഇഫ്താർ. കോൺസുലേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നയതന്ത്ര പ്രതിനിധികളും സ്വദേശി പ്രമുഖരും വ്യവസായ മാധ്യമ പ്രതിനിധികളും പങ്കെടുത്തു. സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യവും സ്നേഹവുമാണ് റമദാൻ നൽകുന്ന സന്ദേശമെന്ന് പറഞ്ഞ അംബാസഡർ വിവിധ മേഖലകളിൽ ഇന്ത്യ സൗദി ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പറഞ്ഞു. The spirit of diversity and unity also resonates in the growing relationship between India and Saudi Arabia. Over the past few years, we have witnessed a remarkable momentum in our bilateral ties, marked by increasing frequency of high-level visits and the strengthening of cooperation in diverse sectors: trade, investment, security and cultural exchange. India and Saudi Arabia share a deep and abiding friendship, and both countries have long recognized the importance of aligning their visions for the future. ജൈവ കൃഷിയുടെയും ഭക്ഷണത്തിലെ ജൈവ ചേരുവകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഓർഗാനിക് ഇഫ്താർ സാധ്യമാക്കിയ ഇന്ത്യ ഗവൺമെന്റിന്റെ കാർഷിക ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി, ലുലു ഗ്രൂപ്പ്, സിയാഫ ഡേറ്റ്സ് തുടങ്ങിയവർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുട്ടികൾക്കായി ഷാർജയിൽ നടക്കുന്ന വായനോത്സവത്തിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 23 മുതൽ മെയ് 4 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പരിപാടി. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കുരുന്നു മനസ്സുകളിലേക്ക് അറിവിന്റെയും വായനയുടെയും വലിയ ലോകം തുറന്നിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷാർജ. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന്റെ 16ാമത് പതിപ്പിനാണ് തുടക്കമാകാൻ ഒരുങ്ങുന്നത്. ഏപ്രിൽ 23 മുതൽ മെയ് 4 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് വായനോത്സവം നടക്കുക. 12 ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ 75-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കും. വായനയോടൊപ്പം ആനിമേഷൻ, കാർട്ടൂൺ മത്സരങ്ങൾ ഉൾപ്പെടെ വിവിധ വിനോദ വിജ്ഞാന പരിപാടികളും ഒരുക്കുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി CEO അഹമ്മദ് റക്ക ദമേരി പറഞ്ഞു. ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഇല്ലസ്ട്രേഷൻ അവാർഡ്, ഷാർജ ചിൽഡ്രൻ ബുക്ക് അവാർഡ്, ഷാർജ ഓഡിയോ ബുക്ക് അവാർഡ്, അതോടൊപ്പം കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ഷാർജ ബുക്സ് അവാർഡും ഈ പതിപ്പിൽ സമ്മാനിക്കും. മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഇടുക്കി ജില്ലയിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ നടപടി സ്വീകരിച്ച റവന്യൂ വകുപ്പ്. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 പട്ടയങ്ങൾ റദ്ദാക്കി. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചു. കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ വ്യാപക കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടക്കുന്ന വിവരം 2024 ഒക്ടോബറിലാണ് പുറത്തുവന്നത്. മാധ്യമ വാർത്തകളെ തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കയ്യേറ്റമൊഴിപ്പിക്കൽ തടയാനും നടപടി ഒഴിവാക്കാനും ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നടന്ന അന്വേഷണത്തിൽ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കയ്യേറ്റം നടന്നതായി സ്ഥിരീകരിച്ചു. സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 4 പട്ടയങ്ങൾ റദ്ദാക്കിയത്. അനധികൃതമായി കയ്യേറിയ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ചു.
റദ്ദാക്കിയ പട്ടയങ്ങൾ 4 ദേവികുളം താലൂക്കിലെ ബൈസൺവാലി വില്ലേജിൽ ഉൾപ്പെടുന്നതാണ്. 1964 കേരള ഭൂപതിവ് ചട്ടം പ്രകാരമാണ് നടപടി. കയ്യേറ്റക്കാർക്കെതിരെ കൃത്രിമരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും ഉത്തരവുണ്ട്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പുതിയ പോലീസ് മേധാവിയായി പരിഗണിക്കുന്നവരിൽ ADGP MR അജിത് കുമാറും തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ആരോപണ വിധേയനായ MR അജിത് കുമാർ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ പേരും പട്ടികയിലുണ്ട്. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. അറസ്റ്റിലായ ആകാശ് എന്ന വിദ്യാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിൽ 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു. കളമശ്ശേരി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോയോളം കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് ചെറു പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച 9 ഗ്രാം കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ കുപ്പിയും കണ്ടെടുത്തു. കഞ്ചാവ് അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആകാശിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് അന്വേഷണം. 24, കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളി SFI സംസ്ഥാന നേതൃത്വം. പോലീസ് കേസെടുത്ത അഭിരാജിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. കേസിൽ KSU പ്രവർത്തകർ ഉണ്ടെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് KSU നേതൃത്വവും വ്യക്തമാക്കി. 2 നിലകളുള്ള ഹോസ്റ്റലിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിൽ നിന്നും 1-ാം നിലയിലെ മുറിയിൽ നിന്നുമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ താഴത്തെ നിലയിലുള്ള മുറി KSU പ്രവർത്തകരുടേതും 1-ാം നിലയിലെ മുറി SFI പ്രവർത്തകരുടേതുമാണ്. എല്ലാവരും താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ. എന്നാൽ കഞ്ചാവ് പിടികൂടിയതിൽ ഒരു പങ്കുമില്ലെന്നാണ് പ്രാദേശിക SFI KSU നേതാക്കളുടെ വാദം. അഭിരാജുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ പയ്യനെ ഇതിനകത്ത് പെടുത്തിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതിൽ എന്തോ ആരും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം സംസ്ഥാന നേതൃത്വം തള്ളി. ജാഗ്രതക്കുറവുണ്ടായെന്നും അഭിരാജിനെതിരെ നടപടിയെടുക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്ന ഒരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. കേസിൽ KSU നേതാക്കൾക്ക് പങ്കില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം. കുറ്റക്കാരുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. KSUമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക. സംഭവത്തിൽ പോളിടെക്നിക് പ്രിൻസിപ്പലിനെ ABVP പ്രവർത്തകർ ഉപരോധിച്ചു. കൊച്ചി. സംഘടന ഏതാണെങ്കിലും ലഹരിയെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിലാണ് പ്രതികരണം. ലഹരി മരുന്ന് മാഫിയയുടെ കണ്ണിയായി SFI മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാവുന്ന അരാജക പ്രവണത
അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരിമരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. വെൽക്കം ബാക്ക്. ലഹരിമരുന്നു കേസിൽ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികൾ കേരള പോലീസിന്റെ പിടിയിൽ. പഞ്ചാബിലെത്തിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നോയിഡയിലെ MDMA നിർമ്മാണ യൂണിറ്റുകളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് കോഴിക്കോട് DCP അരുൺ K. പവിത്രൻ പറഞ്ഞു. ജനുവരി 21-ന് 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ നടത്തിയ അന്വേഷണമാണ് മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ബന്ധം പുറത്തു കൊണ്ടുവന്നത്. കോഴിക്കോട് ആദ്യം പിടികൂടിയ 2 പേരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മലയാളിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിടിയിലായ ഡേവിഡ് എൻഡമി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും അറ്റ്ക ഹരുണ BBA വിദ്യാർത്ഥിയുമാണ്. കുക്ക് ചെയ്യുന്നൊരു സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് ഫൈനാൻസ് ചെയ്യുന്നത്, പിന്നെ ഇതിനിടെ നിൽക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ഒരുപാട് പേര്. അപ്പം മറ്റു ഡീറ്റെയിൽസ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നോയിഡ ബേസ് ചെയ്തിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഇവരുടെ പ്രാഥമികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് കിട്ടിയ വിവരങ്ങൾ. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനുകളാണെന്ന് പോലീസ് പറയുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇരുവരും പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ 5,990 കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം. അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ മാസം 12,000 കോടി രൂപ വായ്പയെടുക്കാനാണ് അനുമതി തേടിയത്. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 6,250 കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതടക്കം കണക്കിലെടുത്ത് 6,000 കോടിയും കടമെടുക്കാനായിരുന്നു അനുമതി തേടിയത്. എന്നാൽ 5,990 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. സാധാരണ ഒരു മാസം ശരാശരി 15,000 കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ആയതിനാൽ ഈ മാസം മാത്രം 25,000 കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ മാത്രം കേരളത്തിൻ്റെ ആകെ കടമെടുപ്പ് 42,000 കോടി രൂപയോളം ആയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചത് സർക്കാരിന് ഏറെ ആശ്വാസകരമാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഇടുക്കി പരുന്തംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. സർക്കാർ ഭൂമിയിൽ കുരിശു നിർമ്മിച്ചുള്ള കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ് ആരോപിച്ചു. കയ്യേറ്റം സംരക്ഷിക്കാൻ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മതസംഘടനകൾ നിലപാട് സ്വീകരിക്കണമെന്നും CB വർഗീസ് പറഞ്ഞു. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല. കുരിശ് പൊളിച്ചു മാറ്റിയെങ്കിലും 20 അടിയുള്ള കുരിശ് നിർമ്മിച്ചത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നാണ് CPIM വിമർശനം. ജനങ്ങളെ സർക്കാരിനെതിരാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതെന്നാണ് CPIM വിലയിരുത്തൽ.
അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. ഇതിനു പകരം സാധാരണക്കാരെ ബാധിക്കുന്ന വിധത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ വിവേകമില്ലായ്മയെന്നാണ് CPIM വിമർശനം. 24 ഇടുക്കി. തിരുവനന്തപുരത്ത് മുദ്രാ ലോണിന്റെ പേരിൽ തട്ടിപ്പ്. സംരംഭകയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയതായി പരാതി. നെടുമങ്ങാട് ഇരിഞ്ചയം സ്വദേശിനി സ്നേഹലതയ്ക്കാണ് 5 ലക്ഷം രൂപ നഷ്ടമായത്. ടിഷ്യൂ പേപ്പർ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയാണ് സ്നേഹലത നെടുമങ്ങാട് SBIയിൽ നിന്നും 10 ലക്ഷം രൂപ മുദ്രാ ലോണിന് അപേക്ഷിച്ചത്. പാരിപ്പള്ളി ആസ്ഥാനമായുള്ള AAR ലോൺസ് വഴിയാണ് സ്നേഹലത ലോണിന് അപേക്ഷിച്ചത്. SR ട്രേഡേഴ്സ് വഴി ടിഷ്യൂ പേപ്പർ മെഷീൻ വാങ്ങുന്നതിനായുള്ള പ്രപ്പോസലും ബാങ്കിൽ കൊടുത്തു. 10 ലക്ഷം രൂപയുടെ പ്രപ്പോസലാണ് SR ട്രേഡ് ലിങ്ക് നൽകിയത്. 8 ലക്ഷം രൂപ മുദ്രാ ലോൺ പാസ്സായി തുക SR ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിലേക്കും പോയി. തുടർന്ന് സ്നേഹലത 2 ലക്ഷം രൂപ കൂടി SR ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും SR ട്രേഡ് ലിങ്ക് എന്ന കമ്പനി സാധനം കൊടുക്കാൻ തയ്യാറായില്ല. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു മറുപടിയും കിട്ടുന്നില്ല. നമുക്ക് കാത്തിരിക്കാനാണെങ്കിൽ തരാൻ 2-3 പ്രാവശ്യമായിട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കാത്തിരിക്കായിരുന്നു. അപ്പോൾ അതുവഴി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എന്നെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 10 ലക്ഷമായിരുന്നു മെഷീൻ്റെ കൊട്ടേഷൻ തന്നത്. പിന്നെ 2.5 ലക്ഷം രൂപ പ്രോഡക്റ്റിൻ്റെ ബാക്കി സാധനങ്ങൾ മേടിക്കാനും കൂടി ഉണ്ടായിരുന്നു. അത് ബാങ്ക് പാസ്സാക്കി. തുടർന്ന് സ്നേഹലത നിരന്തരം ഉടമയായ സുമേഷിനെ ബന്ധപ്പെട്ടു. ഗത്യന്തരമില്ലാതെ ഒടുവിൽ 5 ലക്ഷം രൂപ മടക്കി നൽകി. പിന്നീട് സ്നേഹലതയുടെ ഫോൺ നമ്പറുകൾ സുമേഷ് ബ്ലോക്ക് ചെയ്തു. പിന്നാലെ ഭീഷണിയും. പണം കിട്ടാതായതോടെ സ്നേഹലത നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകി. സുമേഷിന്റെ ഭാര്യ രശ്മിയുടെ പേരിലായിരുന്നു SR ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. AAR ലോൺസ് എന്ന സ്ഥാപനം സുമേഷിന്റെ പേരിലുമാണ്. പണം കിട്ടാനുള്ള നിരവധി പേർ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPIM നേതാവ് K രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ഉറച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. K രാധാകൃഷ്ണൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനാണ് EDയുടെ തീരുമാനം. ED നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് CPIM നിലപാടെടുത്തു. K രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ നീക്കം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഹാജരാക്കാൻ ED K രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് K രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. K രാധാകൃഷ്ണനെ പോലൊരു നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് K രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത്. ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ചോദ്യം ചെയ്യലിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് ED രാധാകൃഷ്ണന് വീണ്ടും സമൻസ് അയക്കും. കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ED നീക്കം. 24 കൊച്ചി. എറണാകുളം മേനകയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് കയറി വീട്ടമ്മ മരിച്ചു. തോപ്പമ്പടി സ്വദേശിനി സനിലയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. ഉച്ചയോടെയാണ് മേനക ജംഗ്ഷനിൽ അപകടമുണ്ടായത്. ഒരേ ഉടമയുടെ 2 ബസ്സുകൾ തമ്മിലായിരുന്നു മത്സരയോട്ടം. നിർത്തിയിട്ടിരുന്ന ബസ്സിനെ മറികടക്കാൻ അമിത വേഗത്തിലെത്തിയപ്പോൾ ബൈക്കിലിടിക്കുകയായിരുന്നു. തോപ്പമ്പടി സ്വദേശി സനിതയും ഭർത്താവിനെയുമായി ബസ് മീറ്ററുകൾ മുന്നോട്ട് പോയി. നാട്ടുകാരാണ് ബസ്സിനടിയിൽ നിന്ന് സനിതയെ പുറത്തെടുത്തത്. സനിതയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് അതീവ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. എറണാകുളം ടൗണിനുള്ളിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. 24 കൊച്ചി.
പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. അഗളി വിട്ടിയൂരിൽ അജിത രാജേഷ് ദമ്പതികളുടെ 1 വയസ്സുള്ള മകൻ ഋതൻ മരിച്ചു. കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയത്. കടുത്ത പനിയെ തുടർന്ന് കുട്ടിയെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരുന്നു. ഈ മാസം 9-ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 1 വയസ്സുകാരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെ ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് കുട്ടി മരിക്കുന്നത്. കുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ നാമമാത്രമായിരിക്കെയാണ് ശിശുമരണം റിപ്പോർട്ട് ചെയ്തത്. വിഷയം ഗൗരവമായാണ് ആരോഗ്യവകുപ്പും കാണുന്നത്. ശ്രീകുമാരൻ, 24 പാലക്കാട്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പ് കണ്ടെത്തി. കടുവയ്ക്ക് കാലിൽ ഗുരുതര പരുക്കേറ്റിട്ടുണ്ട്. അവശനിലയിലായതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടാനും കഴിയില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള കൂടിന് 300 മീറ്റർ അടുത്താണ് കടുവയുള്ളത്. അതിനാൽ കൂട്ടിൽ കയറാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ സമീപ പ്രദേശത്തേക്ക് പോകരുതെന്നും കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. ഗ്രാമ്പ്യ ഭാഗത്താണ് ഈ കടുവ ആദ്യം നമ്മൾ കണ്ടത്. ഈ കടുവയുടെ കാലിന് ചെറിയൊരു തകരാറുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 11-ാം തീയതി രാത്രി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആരോഗ്യസ്ഥിതി കാലിൻ്റെ ഒരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് കുറച്ച് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ട്രാങ്കുലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവന് അപകടമുണ്ടായേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യാനായിട്ട് തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. RSSനെതിരായ നിലപാട് ആവർത്തിച്ച് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധിയെ തടഞ്ഞ RSS BJP നടപടിയെ വിമർശിച്ച് ഇന്നും കോൺഗ്രസ് CPIM നേതൃത്വം രംഗത്ത് വന്നു. അതേസമയം തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ P. ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. വേദിയിൽ അന്ന് നടത്തിയ RSS വിമർശനം ഇന്ന് ആലുവ UC കോളേജിലെ ഗാന്ധി അനുസ്മരണ വേദിയിലും തുഷാർ ഗാന്ധി ആവർത്തിച്ചു. And continue to fight against them and continue to call upon my friends to join this fight to save our nation. This is a fight which is even more essential than the freedom fight. ചടങ്ങിൽ തുഷാർ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണയാവർത്തിച്ചു. തുഷാർ ഗാന്ധിക്കെതിരായ RSS BJP നടപടിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്നാൽ തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. UC കോളേജ് വളപ്പിൽ മഹാത്മാഗാന്ധി മാവ് നട്ടതിന് 100 വർഷം തികയുന്ന വേളയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിലാണ് തുഷാർ ഗാന്ധി പങ്കെടുത്തത്. 24 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്ത കന്നഡ നടി രന്യ റാവുവിന്റെ ജാമ്യാപേക്ഷ തള്ളി. സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് നടിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കന്നഡ നടിയും ഉയർന്ന IPS ഉദ്യോഗസ്ഥന്റെ വളർത്തുമകളുമായ രന്യ റാവു റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലാകുന്നത്. 14.8 കിലോ സ്വർണ്ണമാണ് നടിയിൽ നിന്ന് പിടിച്ചെടുത്തത്. വീട്ടിൽ നടത്തിയ റെയ്ഡിലും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരുന്നു. കാതോലിക്ക വാഴിക്കൽ പരാമർശത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി യാക്കോബായ സഭ. ഓർത്തഡോക്സ് സഭ നടത്തുന്ന പ്രചാരണങ്ങൾ ആത്മവഞ്ചനാപരമാണെന്ന് യാക്കോബായ സഭയുടെ മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ വ്യത്യസ്ത ആചാരവും വിശ്വാസവും അനുഷ്ഠിക്കുന്ന 2 സഭകളാണെന്ന് സുപ്രീം കോടതിയിൽ ഓർത്തഡോക്സ് സഭ സത്യവാങ്മൂലം നൽകിയതാണ്. കത്തോലിക്കയെ വാഴിക്കുന്നതിൽ ഓർത്തഡോക്സ് സഭ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നും പരാമർശങ്ങൾ ന്യായയുക്തമല്ലെന്നും മെത്രാപ്പൊലീത്ത യാക്കോബായ സഭാ നേതൃത്വം അറിയിച്ചു. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓർത്തഡോക്സ് സഭ നടത്തുന്ന ശ്രമങ്ങൾ നിരാശാജനകമെന്നും നിർഭാഗ്യകരമെന്നും വിമർശനം. ഫോക്കസ് പൂർണ്ണമാകുന്നു.